ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. ഇന്ത്യയിലെ ടോപ്പ് കോളേജസ് ഏതൊക്കെയാണ്? NIRF റാങ്കിംഗ് പ്രകാരം നമുക്ക് ഇന്ത്യയിലെ ടോപ്പ് കോളേജസിനെ പരിചയപ്പെടുത്താം. NIRF റാങ്കിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റാങ്കിംഗ് ഫ്രെയിംവർക്ക് വ്യത്യസ്ത പാരാമീറ്ററുകൾ അനുസരിച്ച് കോളേജസിനെയും ഇന്ത്യയിലെ സ്ഥാപനങ്ങളെയും ഒക്കെ റാങ്കിംഗ് നിർണ്ണയിക്കുന്നത് ഈ സ്വഭാവത്തിലാണ്. അപ്പോൾ NIRF റാങ്കിങ്ങിലും ടോപ്പ് കോളേജസ് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ റാങ്ക്മാൻ്റെ ഈ പറയുന്ന പോലെ 1 മുതൽ 100 വരെയുള്ള റാങ്കുകളാണ് നമ്മൾ നോക്കുന്നത്. ഹിന്ദു കോളേജ് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് ഫസ്റ്റ് റാങ്കിൽ വരുന്നത്. നേരത്തെ മിറാണ്ട ഹൗസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹിന്ദു കോളേജ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഹിന്ദു കോളേജ് അണ്ടർ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് 3 റാങ്കും ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ്. ഹിന്ദു കോളേജ്, മിറാണ്ട ഹൗസ്, സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്. പിന്നെ രാമകൃഷ്ണ മിഷൻ വിവേകാനന്ദ സെന്റിനറി കോളേജ് കൊൽക്കട്ട, വെസ്റ്റ് ബംഗാൾ 3rd പൊസിഷനിൽ വരുന്നുണ്ട്. വീണ്ടും ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെയാണ് ആത്മാറാം സനാതൻ ധർമ്മ കോളേജ് ഡൽഹി യൂണിവേഴ്സിറ്റി. സെൻറ്റ് സേവിയേഴ്സ് കോളേജ് കൊൽക്കത്ത വരുന്നുണ്ട് ഇൻ ദ 6th പൊസിഷൻ. PSGR കൃഷ്ണമ്മാൾ കോളേജ് ഫോർ വിമൺ കോയമ്പത്തൂർ 7th പൊസിഷനിൽ വരുന്നുണ്ട്. ലാള കോളേജ് ചെന്നൈ 8th പൊസിഷനിൽ വരുന്നുണ്ട്. കിരോരിമാൽ കോളേജ് ഇൻ 9th പൊസിഷൻ. ലേഡി ശ്രീറാം കോളേജ് ഫോർ വുമൺ ഇൻ ദ 10th പൊസിഷൻ. ഇങ്ങനെ കോയമ്പത്തൂർ, അതുപോലെ തന്നെ തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ഡൽഹിയിലൊക്കെയുള്ള സ്ഥാപനങ്ങളാണ് കൂടുതൽ വരുന്നത്. ഇൻ ദ 20th പൊസിഷൻ വി ഹാവ് കേരള. ഫ്രം കേരള രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ്. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സോഷ്യൽ സയൻസ് പഠനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം ഇൻ ദ 22nd പൊസിഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പിന്നീട് വരുന്നത് സെൻറ്റ് തെരേസാസ് കോളേജാണ് എറണാകുളം 46th പൊസിഷൻ. അതുപോലെ തന്നെ സേക്രഡ് ഹാർട്ട് കോളേജ് കൊച്ചി ഇൻ ദ 48th പൊസിഷൻ. ഗവൺമെൻറ് കോളേജ് ഓഫ് വുമൺ ഇൻ ദ 49th പൊസിഷൻ. അതുപോലെ തന്നെ മഹാരാജാസ് കോളേജ് ഇൻ ദ 53rd പൊസിഷൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ ഇൻ ദ 57th പൊസിഷൻ. സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരി ഇൻ 61st പൊസിഷൻ. അതുപോലെ തന്നെ തിരുവനന്തപുരം മാറവാനിയസ് കോളേജ് ഇൻ ദ 66th പൊസിഷൻ. കോട്ടയം SP കോളേജ് ചങ്ങനാശ്ശേരി ഈസ് കമ്മിങ് ഇൻ 69th പൊസിഷൻ. ഇങ്ങനെ കേരളത്തിലുള്ള ക്യാമ്പസുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്കിൽ വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. വിമല കോളേജ് തൃശ്ശൂർ 80th റാങ്കാണുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാട് 84 ആണ് റാങ്കിങ് വരുന്നത്. തൃശ്ശൂർ സെൻറ്റ് ജോസഫ് കോളേജ് 85th പൊസിഷനാണ് വരുന്നത്. കോട്ടയം CMS കോളേജ് വരുന്നത് 92nd പൊസിഷനാണ്. അങ്ങനെയാണ് ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് 100 റാങ്ക് എടുക്കുന്ന സമയത്ത് കേരളത്തിലുള്ള ക്യാമ്പസുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും ടോപ്പ് റാങ്കിങ്ങിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലെ ക്യാമ്പസുകളെ പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു റാങ്കിങ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പ്രിഫറൻസുകളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.